നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ PDP തീരുമാനിച്ചിട്ടുണ്ട്. LDFന് നിരുപാധിക പിന്തുണ കൊടുക്കേണ്ടതില്ലെന്ന് നേതൃയോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നു. പിന്തുണയ്ക്കണമെങ്കിൽ മുന്നണിയിലെ ഘടകകക്ഷികൾക്കുള്ള പരിഗണന ലഭിക്കണമെന്നാണ് നേതാക്കൾ പറയുന്നത്. മുൻകാലങ്ങളിൽ PDP പിന്തുണച്ച മുന്നണികൾ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നിരുന്നുവെന്നും നേതാക്കൾ അവകാശവാദം ഉന്നയിക്കുന്നു. പ്രതികരണം ലഭ്യമാണ്, അത് കേൾക്കാം ആദ്യം. ഞങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ നിരുപാധിക പിന്തുണയാണ് LDFന് നൽകിക്കൊണ്ട് വന്നത്. ഈ പ്രാവശ്യം അതില്ല. പ്രാവശ്യം വ്യക്തമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും പിന്തുണ നൽകുന്നത്. PDP എപ്പോഴൊക്കെ പിന്തുണച്ചിട്ടുണ്ടോ അന്നൊക്കെ 100 സീറ്റിനടുത്ത് ആ മുന്നണി നേടി അധികാരത്തിൽ വന്നിട്ടുണ്ട്. അതൃപ്തിയല്ല, ഞങ്ങൾ എന്നും ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ എന്നും ഇങ്ങനെ പിന്തുണച്ചുകൊണ്ട് പോകുക എന്ന് മാത്രമല്ലല്ലോ. മുന്നണി പരിഗണനയിലുള്ള പ്രാതിനിധ്യം പാർട്ടിക്ക് ലഭിക്കണം. പാർട്ടി സ്വന്തമായി മത്സരിക്കാൻ സുസജ്ജമാണ്. ഞങ്ങൾക്ക് എല്ലാ ജില്ലകളിലും ഞങ്ങൾക്ക് ശക്തി കേന്ദ്രങ്ങളുണ്ട്. സഹിൻ ആന്റണി വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയമുണ്ട്. സഹിൻ, ഗുഡ് മോർണിംഗ്. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലടക്കം PDPയുടെ പിന്തുണ LDFന് കിട്ടിയിരുന്നു. LDF പ്രവർത്തകരുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നായിരുന്നു PDP നേതാക്കൾക്ക് നൽകിയിരുന്ന നിർദ്ദേശവുമൊക്കെയും. നിയമസഭയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ മാറുന്നു. എന്താണ് PDPയുടെ നിലപാട്? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ PDP ഒറ്റയ്ക്ക് മത്സരിക്കാൻ സജ്ജരാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സാധാരണ മുൻ വർഷങ്ങളിലൊക്കെ PDP ഇടതുമുന്നണിയെ നിരുപാധികം പിന്തുണച്ചിരുന്നു. മറ്റൊരു അവകാശവാദങ്ങളും ഉന്നയിക്കാതെ അല്ലെങ്കിൽ മറ്റ് ഒന്നും ആവശ്യപ്പെടാതെ ആയിരുന്നു അവർ പിന്തുണച്ചത് എന്നുള്ളതായിരുന്നു ഇപ്പോൾ PDP സംസ്ഥാന നേതൃനിരയിലുള്ള നേതാക്കൾ അവകാശപ്പെടുന്നത്. എന്തായാലും ഇത്തവണ അങ്ങനെയില്ല. പകരം സ്വതന്ത്രമായി നിൽക്കാൻ PDP എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഞങ്ങൾക്ക് ശക്തി കേന്ദ്രങ്ങളുണ്ട് എന്നാണ് PDPയുടെ നേതാക്കൾ പറയുന്നത്. എല്ലാ ജില്ലകളിലും ഞങ്ങൾക്ക് ശക്തി കേന്ദ്രങ്ങളുണ്ട്. കരുനാഗപ്പള്ളി അടക്കമുള്ള ഇടങ്ങൾ അത്തരം തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായി ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും PDP സ്വതന്ത്രമായും സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ അത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം PDPയുടെ വോട്ട് അവർക്ക് ലഭിക്കുന്നുണ്ട്. ചില ഇടങ്ങളിലൊക്കെ അവർക്ക് ശക്തമായ വോട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് PDP അവകാശപ്പെടുന്നത്. അതിലൊരു കോട്ടം വരുമോ എന്നുള്ളതാണ്. കൂടുതൽ കാര്യമായിട്ട് വരാം.